ഏറ്റെടുത്തു ഞാൻ പാദനിഷ്ടം നിറവേറ്റുമേ. ഞാൻ പിന്തുടർന്നിടും, ഞാൻ പിൻഗമിച്ചിടും എന്നുടെ ജീവിതയാത്രയിൽ. ഈ വരൂപിൽ ചൂടതേക്കുമ്പോ കഞ്ചിറകനിക്കു വിശ്രമം. ഈ വരൂപിൽ ചൂടതേക്കുമ്പോ കഞ്ചിറകനിക്കു വിശ്രമം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 34-ാം സങ്കീർത്തനം 16-ാം വാക്യം. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. ദുഷ്ടതയിൽ ഏർപ്പെടുന്നവരെ ദൈവം വെറുക്കുന്നുവെന്നും അവരുടെ പ്രവൃത്തികൾ ഓർമ്മിക്കപ്പെടുകയോ ബഹുമാനിക്കപ്പെടുകയോ ചെയ്യുകയില്ല എന്നും ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നീതിമാന്മാരോട് ശ്രദ്ധാലുവും കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുന്നതിനുമാകുന്നു. തിന്മ തിരഞ്ഞെടുക്കുന്നവരെ അവൻ എതിർക്കുന്നുവെന്നും അവരുടെ പ്രവൃത്തികൾ ദൈവം ഓർമ്മിക്കപ്പെടുകയില്ല എന്നും ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യഹോവയുടെ മുഖം ദുഷ്ടന് പ്രതികൂലമാണ്. ഇത് തിന്മ പ്രവർത്തിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ വിയോജിപ്പിനെയും എതിർപ്പിനെയും കാണിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നന്മയെ സ്നേഹിക്കുന്ന ദൈവം തിന്മയെ വെറുക്കുന്നു. തിന്മ ചെയ്യാതെ നന്മ ചെയ്യുന്നവരായി ഈ നാളിൽ നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. നന്മയാൽ തിന്മയെ ജയിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.